നഗരസഭാ കൗൺസിലർ ശ്രീ ടോം കോരയും നമുക്ക് ചേർന്നു. ശ്രീ ടോം കോര, വിജയകുമാറുമായിട്ട് താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടോ? ഈ മരണം കൊലപാതകമാണെന്നുള്ള ഒരു നിഗമനം കൂടി വരികയാണ്. ഏത് തരത്തിലാണ് കാണുന്നത്? ഹലോ, എന്നോടാ? തീർച്ചയായിട്ടും കേട്ടെങ്കിൽ. ഓക്കെ. വിജയകുമാർ അങ്കിളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പം അദ്ദേഹത്തെ അറിയാമായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും നല്ല ബന്ധത്തിലായിരുന്നു. വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനൊരു ഇത് കേട്ടപ്പോൾ തന്നെ. പിന്നെ ആദ്യം ഇത് 8:45 കൂടിയാണ് ഞങ്ങളിത് അറിയുന്നത്. അപ്പം ഞാൻ ഓടി വന്നപ്പോൾ വേലക്കാരി അകത്തുനിന്ന് പറയുന്നത് പുള്ളി ബെഡിൽ കിടക്കുന്നു, വല്ലാത്ത ഒരു ബ്ലഡൊക്കെ ഉണ്ട്, അത് തൊട്ടപ്പുറത്തെ മുറിയിൽ വൈഫും കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ജീവനുണ്ടോ ഇല്ലയോ നോക്കി, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാവോ എന്ന് ചോദിച്ചു പുള്ളിക്കാരോട്. ജീവനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് തോന്നുന്നത് ഒരു കൊലപാതകമായിട്ടുള്ള ഒരു നിഗമനത്തിലോട്ട് അവരെത്തുന്നതെന്ന് തോന്നുന്നു. നമുക്കറിയത്തില്ല. സംസാരത്തിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു, അയാളെ പിരിച്ചുവിട്ടു, അത്തരം ചില വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ ഇപ്പം വിജയകുമാരങ്ങളുടെ ഫാമിലി ആയിരുന്നു ശുശ്രൂഷമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ആസാമിയായിരുന്നു. ഒരു ആസാമി ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും അദ്ദേഹം ഇവിടുന്ന് ഒരു മൊബൈൽ മോഷ്ടിക്കുകയും ആ മോഷണക്ക് അത് കേസാക്കുകയും അദ്ദേഹത്തെ പിടിക്കുകയും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അയാളിപ്പോൾ ഈ വിഷയം പോലീസിനോട് പറഞ്ഞു കാണും അല്ലേ? ഒരു പക്ഷേ ഈ വിഷയം പോലീസിനോട് സംസാരിച്ചു. പോലീസിന് അതിന്റെ ഡീറ്റെയിൽസ് അറിയുകയും ചെയ്യാം. അദ്ദേഹത്തെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പരാതിയിൽ. ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണോ അയാൾ? അല്ല, അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി എന്നാണ് നമുക്ക് സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഈയിടെയാണോ പുറത്തിറങ്ങിയത്? ഈ ദിവസം കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് കുടുംബമായിട്ട് അവരുടെ ഫാമിലി വിജയകുമാരങ്ങളുടെ സിസ്റ്ററുമായിട്ടൊക്കെ സംസാരിച്ചപ്പം അവനിപ്പോ ജാമ്യത്തിൽ ഇറങ്ങി എന്ന് വിജയകുമാരങ്ങൾ പറഞ്ഞതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് മക്കളില്ലേ? അതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തേക്ക് ഒരാണും ഒരു പെണ്ണുമാണ് ഉണ്ടായിരുന്നത്. ആണ് മരണപ്പെട്ടിട്ടു, മകള് വിദേശത്താണ്. ഈ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ എന്തൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ. 2018 അത് എന്തായിരുന്നു സംഭവിച്ചത്? ആ മരണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത്? അത് സൂസൈഡ് ആയിരുന്നെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2018 അത് ആ സമയത്തുള്ളതായിരുന്നു. അതും വീട്ടിൽ തന്നെയായിരുന്നോ? അല്ല, അത് ട്രെയിൻ തട്ടുകയായിരുന്നു. അതിന്റെ അന്വേഷണം കഴിഞ്ഞിട്ടില്ല അല്ലേ? അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിന്റെ അന്വേഷണത്തെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ മറ്റ് ബന്ധുക്കളുണ്ടോ? ഇവർക്ക് തൊട്ടടുത്തെങ്ങാൻ മറ്റു ബന്ധുക്കളുണ്ടോ? ഈ വിഷയം അറിഞ്ഞ മറ്റു ബന്ധുക്കൾ അവിടെ ഉണ്ടോ? അവരോട് സംസാരിക്കാൻ പറ്റുമോ? ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ മാനസികമായി വളരെ തകർന്ന നിലയിലാണ്. അപ്പം 3 പെങ്ങന്മാര് വന്നിട്ടുണ്ട് വിജയകുമാർ സാറിന്. ബന്ധുക്കളാണ് നിങ്ങളെ ഈ വിഷയം പറഞ്ഞത് അല്ലെ? ഈ ആസാമി ആയിട്ടുള്ള ആസാമിയുടെ വിഷയങ്ങൾ അവരിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ശത്രുതകൾ ഉണ്ടായിരുന്നോ? ഇങ്ങനെ കൊലപാതകമാണെങ്കിൽ നമുക്ക് അതിന്റെ മൊത്തത്തിൽ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതെ, ശത്രുക്കളൊന്നും നമുക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ കോട്ടയത്ത് ഒരു പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖനായിരുന്നതുകൊണ്ട് ആ തരത്തിൽ തരത്തിലൊന്നും ശത്രുക്കൾ ഉള്ളതായിട്ട് നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ശത്രുക്കൾ ഉണ്ടായിരുന്ന ഒരാളുമല്ല അല്ലേ? അല്ല 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 വലിയ സൗഹൃദ വലയമുള്ള ഒരു കൂട്ടത്തിൽ ഉള്ള ഒരാളായിരുന്നോ? വളരെ റിസർവ്ഡ് ആയിരുന്നു. പക്ഷേ സൗഹൃദ വലയങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ള കുറെ കൂട്ടുകാർ സ്വാഭാവികമായിട്ടും കാണുമല്ലോ. ഇപ്പം വളരെ നമ്മളൊക്കെ ആയിട്ട് വളരെ ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നാണ് സംസാരിക്കാവുന്ന നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആത്മഹത്യ എന്നുള്ള അവസ്ഥയിലെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അല്ലേ? ഇത് ഒരു കൊലപാതകമാകാനുള്ള ഒരു സാധ്യത തന്നെയാണെന്ന് താങ്കളും കരുതുന്നു? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി. ശ്രീ ടോം കോര കോട്ടയം നഗരസഭാ കൗൺസിലറാണ് പ്രതികരിച്ചത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ തൊഴിലാളിയായിരുന്ന ആസാം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. അയാൾ സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളെ പിരിച്ചുവിടുകയായിരുന്നു. ഒരു മൊബൈൽ
മോഷണവും അതിനെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അയാൾ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമാണ് ചെയ്തത്. അയാളാണോ ഈ കൊലപാതകത്തിന് പിറകിൽ എന്നുള്ളൊരു സംശയം ബന്ധുക്കൾ തന്നെ പോലീസിന് മുൻപാകെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റ് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ആർക്കെങ്കിലും ഉണ്ടായിരുന്നതായിട്ടുള്ള അറിവില്ല. അങ്ങനെയുള്ള ഒരാളല്ല, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതുവരെ എന്നുകൂടി നഗരസഭാ കൗൺസിലർ ശ്രീ ടോം കോര പ്രതികരിക്കുന്നു. അവർക്കൊക്കെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ. രണ്ട് മക്കളാണുള്ളത്. മകൻ 2018 ട്രെയിൻ തട്ടി മരിക്കുകയായിരുന്നു. ആ മരണവുമായി ബന്ധപ്പെട്ടും സംശയങ്ങൾ ഉയരുകയും കേസിൽ അന്വേഷണം നടക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഒപ്പം എന്നുകൂടി ആൾക്കാർ പറയുന്നുണ്ട്. CPI നേതാവ് ശ്രീ അനിൽകുമാർ നമുക്കൊപ്പം ചേർന്നു. ശ്രീ അനിൽകുമാർ, വ്യക്തിപരമായിട്ട് താങ്കൾക്ക് കൂടി പരിചയമുള്ള ഒരാളായിരുന്നോ ഇന്ദ്രപ്രസ്ഥം ഉടമ വിജയകുമാർ? ഇത് എങ്ങനെയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ അറിയുന്ന വിവരങ്ങൾ എന്താണ്? ശ്രീ അനിൽകുമാർ, കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത്? താങ്കൾക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആൾ കൂടിയാണോ ശ്രീ വിജയകുമാർ? അതെ 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 നേരിട്ടറിയാമായിരുന്ന CIT ഓഫീസിലോട്ട് ചേർന്ന 4ാമത്തെ കെട്ടിടമാണിത്. അവരുടെ ഹോട്ടലും അതുപോലെ തന്നെ ആളും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയ ഒരു സ്ഥാപനം. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പ്രധാന സംശയങ്ങളൊക്കെ ഇത് കൊലപാതകം എന്ന തരത്തിൽ തന്നെയാണോ? കൊലപാതകം തന്നെയെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള കാരണങ്ങളെ കുറിച്ച് പോലീസിന് ചില നിഗമനങ്ങളുണ്ട്. നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അതിനാവശ്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന രീതിയിലാണ് പോലീസ് ഉള്ളത്. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് ഇക്കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഈ മരിച്ച രണ്ടുപേർ മാത്രമേ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ? കേട്ടില്ല. മരിച്ച ഈ രണ്ടുപേര് മാത്രമേ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ജോലിക്കാരുണ്ടായിരുന്നു. രാവിലെ വീട്ടുജോലിക്ക് വന്നയാള് ആണ് ഇത് വസ്തുത മനസ്സിലാക്കിയത്. ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായതിനെ കുറിച്ച് വസ്തുതകൾ മനസ്സിലാക്കിയത്. അതല്ലാതെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല? രാത്രിയിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മറ്റാരും ഉണ്ടായിരുന്നില്ല. ചില സൂചനകളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്താനാകും. കോട്ടയത്തെ താങ്കൾക്കടക്കം വർഷങ്ങളായി പരിചയമുള്ള ഒരു വ്യവസായ പ്രമുഖൻ, ആ തരത്തിലുള്ള ശത്രുതയൊന്നും അദ്ദേഹത്തിന് ആരോടും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആർക്കും തീർച്ചയോ ഏതെങ്കിലും തരത്തില് അത്തരം പ്രശ്നങ്ങളോ ഉള്ള ഒരു കുടുംബമല്ല. അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല നാളെ വരെ. ഒരു തൊഴിലാളി പിരിച്ചുവിട്ടിരുന്നു, അയാളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അതൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ സാമ്പത്തികമായി കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും അത് പരിശോധിക്കുന്നു പോലീസ്. അക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൽ ബന്ധങ്ങളുണ്ടോ എന്ന പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള സംശയ പട്ടികയിൽ നിൽക്കുന്നത്. അത് തന്നെയാണ് അല്ലേ ഈ പറഞ്ഞ കാര്യം? അത് ഉൾപ്പെടെ പരിശോധനയിലാണ്. അത് പോലീസാണ് ആത്യന്തികമായി പറയേണ്ടത്. അദ്ദേഹത്തിന്റെ മകന്റെ മരണവും ആത്മഹത്യയായിരുന്നു. അതിലും ചില അന്വേഷണങ്ങൾ ഉണ്ട് എന്ന് ചിലർ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടും ചില അന്വേഷണങ്ങളൊക്കെ. റൈറ്റ്. CPI നേതാവ് ശ്രീ അനിൽകുമാറാണ് പ്രതികരിച്ചത്. വീണ്ടും ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളിയായിരുന്ന ഒരു ആസാം സ്വദേശിയെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രധാന സംശയങ്ങളൊക്കെ നീങ്ങുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നഗരസഭാ കൗൺസിലറുടെ ഭാഗത്തുനിന്നും CPI നേതാവായ ശ്രീ അനിൽകുമാറൊക്കെ പറയുന്നത്. പോലീസിന് ഇത് സ്ഥിരീകരിക്കാനുണ്ട്. ഈ മിനിറ്റിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായി വരുന്നുണ്ടോ? പോലീസിന്റെ പരിശോധന